കൊല്ലം അഞ്ചലിൽ യുവതിയെയും കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരിലേക്കും CBI അന്വേഷണം. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വാങ്ങും. കൊലപാതകത്തിന് ശേഷം 18 വർഷത്തിന് ശേഷമായിരുന്നു ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികളായ ദിപിൽ കുമാറും രാജേഷും പിടിയിലായത്. 2006 ഫെബ്രുവരിയിൽ നടന്ന കൊലപാതകത്തിന് ശേഷം പോണ്ടിച്ചേരിയിൽ ആൾമാറാട്ടം നടത്തി കഴിയുമ്പോഴായിരുന്നു ദിപിൽ കുമാറും രാജേഷും പിടിയിലായത്. വിശദമായ ചോദ്യം ചെയ്യലിനൊപ്പം കൊലപാതകം നടന്ന അഞ്ചലിലെ വീട്ടിലെത്തി തെളിവെടുക്കേണ്ടതുണ്ട്. രഞ്ജിനിയെയും 17 മാസം മാത്രം പ്രായമുള്ള ഇരട്ട കുട്ടികളെയും കൊലപ്പെടുത്തിയത് രാജേഷാണെന്ന മൊഴിയാണ് ദിപിൽ കുമാർ നൽകിയിട്ടുള്ളത്. പ്രസവത്തിന് മുമ്പ് തന്നെ പ്രതികൾ കൊലപാതകം ആസൂത്രണം ചെയ്തിരുന്നു. കൊലപാതകത്തിന് ശേഷം പലയിടങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞ പ്രതികൾ 2008 മുതൽ പോണ്ടിച്ചേരിയിലായിരുന്നു കഴിഞ്ഞിരുന്നത്. കൊലക്കേസ് പ്രതികളാണെന്ന് വ്യക്തമായിട്ടും ഒളിവിൽ കഴിയാൻ നിരവധി പേരുടെ സഹായം ലഭിച്ചതായാണ് CBIക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. വിഷ്ണുവെന്നും പ്രദീപ് എന്നുമുള്ള പേരുകളിലായിരുന്നു കഴിഞ്ഞിരുന്നത്. പോണ്ടിച്ചേരിയിൽ ഒളിവിൽ കഴിയുന്ന വിവരം അറിയാമായിരുന്ന ചിലരെങ്കിലും നാട്ടിലുണ്ടെന്നാണ് CBI കരുതുന്നത്. ഒളിവിൽ കഴിയാൻ സഹായിച്ചവരും കേസിൽ പ്രതികളാകും. വാടകയ്ക്ക് താമസിച്ച അഞ്ചൽ ഏറത്തെ വീട്ടിൽ വെച്ചാണ് രഞ്ജിനിയും കുഞ്ഞുങ്ങളും വെട്ടേറ്റ് മരിച്ചത്. ജനം, കൊച്ചി.